വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ബോഡി സ്ട്രെച്ചിങ്ങിലൂടെ ആയിരിക്കും. കാരണം നമ്മൾ ചിലപ്പോൾ വൈകിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ ഉറങ്ങി എണീച്ചിട്ടായിരിക്കും നമ്മൾ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മുടെ മസിൽസ് എല്ലാം ടൈറ്റ് ആയിരിക്കും. ബോഡി സ്ട്രെച്ചിങ്ങിലൂടെ നമ്മൾ എപ്പോഴും അതൊന്ന് ലൂസാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബേസിക് വാമപ്പ് സെഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫിസ്റ്റ് റൊട്ടേഷനിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ കൈപ്പത്തികൾ കുറച്ച് ലൂസ് ആവാനും മസിൽസ് സ്ട്രോങ് ആവാനായിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആംസ് റൊട്ടേഷൻ ആണ്. ആം റൊട്ടേഷനിൽ നമ്മുടെ ഫുൾ ആമിൻ്റെ കൈയിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലഡ് നന്നായിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് ഈ ആംസ് റൊട്ടേഷൻ വർക്കൗട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിപ്പ് റൊട്ടേഷൻ ആണ്. ഹിപ്പ് റൊട്ടേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അരഭാഗം നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ ഞരമ്പുകളും അതുപോലെ തന്നെ സെൽസ് എല്ലാം തന്നെ ബ്ലഡ് നല്ലപോലെ ഫ്ലോ ചെയ്ത് ബോഡി എൻഗേജ് ചെയ്യാനായിട്ട് ഹിപ്പ് റൊട്ടേഷൻ എക്സസൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹിപ്പ് റൊട്ടേഷൻ എന്തായാലും ഒഴിവാക്കാതിരിക്കണം. മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഹിപ്പ് റൊട്ടേഷൻ ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാണിക്കുന്ന എക്സസൈസിൻ്റെ പേരാണ് നീ റൊട്ടേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. നീ റൊട്ടേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. റൊട്ടേഷൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ കൈയൊന്നും പിടിക്കാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് മതിലോ അല്ലെങ്കിൽ കസേരയോ മേശയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു കൈ വെച്ച് പിടിച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ, യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഓരോ എക്സസൈസും 3 സെറ്റാണ് ചെയ്യുന്നത്. 15ൻ്റെ സെറ്റ്, 10ൻ്റെ സെറ്റ്, 5ൻ്റെ സെറ്റ് ഞാൻ കറക്റ്റായിട്ട് വീഡിയോൻ്റെ മെയിലിൽ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓരോ എക്സസൈസിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യമായി ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 സെക്കൻഡ് തൊട്ട് 45 സെക്കൻഡ് വരെ ആവശ്യമാണെങ്കിൽ മാത്രം റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, റെസ്റ്റ് എടുത്തിട്ട് ചെയ്തോളൂ, യാതൊരു ബുദ്ധിമുട്ടില്ല. ഒറ്റ സ്ട്രെച്ച് തന്നെ ചെയ്യണമെന്നില്ല. ബേസിക് വാമിംഗ് സെഷൻസിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് റണ്ണിങ്ങിലേക്കാണ്, ഓട്ടത്തിലേക്കാണ്. നിങ്ങൾക്ക് ഓടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെയോ എണീച്ച് ഓടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇനി വൈകിട്ടായാലും പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങുകയാണെങ്കിൽ അവിടെ ട്രെയിനറോട് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെഡ്മില്ല് കാര്യങ്ങളുണ്ടാവും. ഓട്ടം എന്തായാലും മസ്റ്റാണ്. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ടൈം 20 മിനിറ്റെങ്കിലും മിനിമം നിങ്ങൾ ഓടിയിരിക്കണം. അത് വെയിറ്റ് ലോസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓട്ടം എന്നുള്ള കാര്യം ഒഴിവാക്കാൻ പറ്റില്ല.
എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു വർക്കൗട്ടാണ്. ജമ്പിങ് ജാക്സ് എന്ന് പറയുന്ന ഒരു ഫുൾ ബോഡി എക്സസൈസ് ആണ്. നിങ്ങളുടെ തല തൊട്ട് കാൽപാദം വരെ ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. ഫുൾ ബോഡി വർക്കൗട്ട് ആവും. ഫുൾ ബോഡിയിൽ ബ്ലഡ് നന്നായിട്ട് ഫ്ലോ ചെയ്യും. എല്ലാ സെൽസും ഇൻവോൾവ്ഡ് ആയിരിക്കും. നല്ലപോലെ ബോഡി വർക്ക് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. ഇത് നമ്മളുടെ വാം സെഷനിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. പുഷപ്പ് എക്സസൈസ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ വാം സെഷനിൽ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. ഒഴിവാക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. പുഷപ്പ് നിങ്ങൾക്ക് നേരെ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും കൈക്ക് ബലം ഫീൽ ചെയ്യുന്നില്ല, നേരെ മതിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്തോളൂ. നിങ്ങൾ മതിൽ കൈ വെച്ചിട്ട് ഒരു 15, 10, 8 അല്ലെങ്കിൽ 15, 10, 5 അങ്ങനെയെങ്കിലും ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞുതരാം. സിറ്റപ്പ് എക്സസൈസ് ആണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. സിറ്റപ്പ് എക്സസൈസ് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. കാരണം നമ്മുടെ അപ്പർ ബോഡിക്ക് സ്ട്രെങ്ത് വരണമെങ്കിൽ നമ്മുടെ ലോവർ ബോഡിക്കും അതേപോലെ സെയിം ബലം വേണം. അപ്പോൾ നമ്മുടെ കാലുകൾക്ക് ബലം കിട്ടുന്നത് സിറ്റപ്പ് എക്സസൈസിലൂടെയാണ്. എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. സിറ്റപ്പ് എക്സസൈസ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് നേരെ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ബാലൻസ് കിട്ടുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിൽ വല്ല കസേരയോ അലമാരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ ടച്ച് ചെയ്തിട്ട് പതുക്കെ ഇരുന്ന് പൊങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല സിറ്റപ്പ്, എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിലെ ആദ്യത്തെ ആഴ്ച ചെയ്യേണ്ട എക്സസൈസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൂടാതെ ഇനീഷ്യലായിട്ട് വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് വീട്ടിലോ ജിമ്മിലോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളായാലും നിങ്ങൾക്ക് ഈ എക്സസൈസ് ഫോളോ ചെയ്യാവുന്നതാണ്. ഞങ്ങളൊരു 100 ദിവസം കൊണ്ട് 20 കിലോഗ്രാം വെയിറ്റ് കുറക്കുന്ന ടാർഗറ്റോടുകൂടിയുള്ളൊരു പ്ലാനാണ് ചെയ്യുന്നത് ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സും. അപ്പോൾ അതിന് സ്പെസിഫൈ ചെയ്താണ് ഞാൻ ഈ വർക്കൗട്ട്സിൻ്റെ അല്ലെങ്കിൽ വാം അപ്പ് സെഷൻസിൻ്റെ എക്സസൈസിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വർക്കൗട്ടിനിടയിൽ ഞാൻ ഒരു 30 to 45 to അല്ലെങ്കിൽ ഒരു 60 സെക്കൻഡ് വരെ റെസ്റ്റ് എടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി നമുക്ക് ഓരോരിക്കും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യമാവുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 മിനിറ്റ് വരെയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത എക്സസൈസിലേക്ക് പോയാൽ മതി, യാതൊരു കുഴപ്പമില്ല. പിന്നെ ഓട്ടം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റണ്ണിങ് നിങ്ങൾക്ക് ഇനീഷ്യലി ഒരു 20 മിനിറ്റ് ഒന്നും ഓടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഓടുക. ഓട്ടം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട്, ബോഡി സ്ട്രെങ്ത് വയ്ക്കാനായിട്ട്, പവർ വയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഓട്ടം എന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്. പിന്നെ ജമ്പിങ് ജാക്സ്, സിറ്റപ്സ്, പുഷപ്സ്, ഈ 3 കാര്യങ്ങളും മറക്കാതെ എന്തായാലും ചെയ്യണം. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നില്ല ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക, എല്ലാ എക്സസൈസും ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ചെയ്തൊരു കുഴപ്പമില്ല, പക്ഷേ എല്ലാ എക്സസൈസും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹെൽത്തി ആയിരിക്കട്ടെ, ഓക്കെ ആയിരിക്കട്ടെ, വെയിറ്റ് എല്ലാവർക്കും കുറയ്ക്കാൻ സാധിക്കട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.